Next point is paintings. Paintings. Paintings in medieval period. Medieval periodസിലെ പെയിൻറ്റിങ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. medieval periodസിലെ പെയിൻറ്റിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു പെയിൻറ്റിങ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നുണ്ട്. ഏതാണ്? സെന്നി ഡി പെപ്പോ. സെന്നി ഡി പെപ്പയുടെ സാന്റ ട്രിനിറ്റി മഡോണ. സാന്റ ട്രിനിറ്റ മഡോണ. So, I come to the point, paintings in medieval period. Paintings also progressed in medieval period. During the medieval period, the paintings was very important. What was the major theme of the paintings? Paintings in theme എന്തായിരുന്നു? Okay, religious ideas തന്നെയാണ് ഇതിൻ്റെയും themes എന്ന് പറയുന്നത്. The major themes, the main theme of the paintings was religion. Religion was the major theme of the paintings in medieval period. And important work is Santa Trinity Madonna is an example of medieval paintings in medieval period. പെയിൻറ്റിങ്ങുകളുടെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ പെയിൻറ്റിങ് ഇൻ മിഡീവൽ പീരീഡ് സാന്റ ട്രിനിറ്റ മഡോണ എന്ന് പറയുന്ന ചിത്രം. സാന്റ ട്രിനിറ്റ മഡോണ എന്ന് പറയുന്നത്. സാന്റ ട്രിനിറ്റ മഡോണ ആരാണ് വരച്ചിരിക്കുന്നത്? സെന്നി ഡി പെപ്പോയുടെ സാന്റ ട്രിനിറ്റ മഡോണ. സെന്നി ഡി പെപ്പോ പെയിൻ്റ് എഴുതി സാന്റ ട്രിനിറ്റ മഡോണ. ഇറ്റ്സ് എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദി medieval paintings. അപ്പോൾ അതും എന്ത് ചെയ്തു നമുക്ക് ക്ലിയറായി. പെയിൻറ്റിങ്സ് ഇൻ മെഡീവൽ പീരീഡ്. പെയിൻറ്റിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് വരുന്നു. ദ പെയിൻറ്റിങ്സ് വാസ് ഓൾസോ പ്രോഗ്രസ്ഡ് in medieval period, and the Senni di Peppo painted the Santa Trinita Madonna is an example of painting in medieval period. പെയിൻറ്റിങ്ങുകളുടെ ഒരു ഉദാഹരണം മാത്രമാണ്, എക്സാമ്പിളാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ എന്ത് ചെയ്തു നമ്മളെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിച്ചു. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, നമ്മളിപ്പം പറഞ്ഞ പോയിൻറ്റുകളൊക്കെ നമുക്കറിയാം. ആർക്കിടെക്ചർ സ്റ്റൈലുണ്ട്, പിന്നെ അതുപോലെ തന്നെ കരോലിഞ്ചിയൻ സ്റ്റൈൽ, ഇതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഇനി നമ്മൾ അടുത്ത പോയിൻറ്റിലേക്ക് വേണം. Next we are going to discuss the contributions of science in medieval period. സയൻസിലെ സംഭാവനകൾ എന്തെല്ലാമാണ്, അതാണ് നമ്മൾ സയൻസ് ഇൻ medieval period. സയൻസ് ഇൻ medieval period നോക്കാം. Many scholars who made notable contribution to field of science during the medieval period. Many scholars അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നിരവധി സ്കോളേഴ്സ്, പണ്ഡിതന്മാർ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരുന്നു ഈ സയൻസ് മേഖലയിൽ എന്ന് പറയുന്നത്. അത് നമുക്ക് പറയാനുണ്ട്. അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്തുന്നത്. കോൺട്രിബ്യൂഷൻസ് ഓഫ് സയൻസിലുള്ള സംഭാവനകളെക്കുറിച്ചാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് സ്കോളേഴ്സ് ആൻഡ് ദിയർ കോൺട്രിബ്യൂഷൻസ്. പ്രധാനപ്പെട്ട പണ്ഡിതന്മാരും അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസും ഏതൊക്കെയാണ്, അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ പാഠഭാഗത്ത് നിന്ന് അതേപോലെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് പറഞ്ഞു പോകാനേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ അത് പഠിക്കണം, മാറിപ്പോകരുത്. ഓക്കെ, ഫസ്റ്റ് സ്കോളർ ഈസ് ഇബിൻ സിന. ഹി വാസ് ഓൾസോ നോൺ ആസ് അവിസെന്ന. ഹി വാസ് ഫേമസ് ഇൻ മെഡിക്കൽ സയൻറ്റിസ്റ്റ് ആൻഡ് ഫിലോസഫർ. ഇദ്ദേഹം പ്രസിദ്ധനായ ഏത് മേഖലയിലാണ്? ഫേമസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻറ്റിസ്റ്റ് ആൻഡ് ഫിലോസഫർ. ഫിലോസഫിയിലും അതുപോലെ തന്നെ മെഡിക്കൽ സയൻറ്റിസ്റ്റ് മേഖലയിലുമാണ് ഇതിനെ ഈ അവിസെന്ന അല്ലെങ്കിൽ ഇബിൻ സിന എന്ത് പ്രധാനമായിട്ടും ഫേമസ് ആയിരിക്കുന്നു എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേഴ്സൺ ഈസ് ഇബിൻ അൽ ഖാസിം.
ഇബിൻ അൽ ഖാസിം. ഇത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൽ നമുക്ക് കാര്യമായിട്ട് പറയാൻ ഇത് അങ്ങനെ തന്നെ പഠിക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് സ്കോളർ ഈസ് ഇബിൻ സിന, ഈസ് ഓൾസോ നോൺ ആസ് അവിസന്ന, ഈസ് ഫേമസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻറ്റിസ്റ്റ് ആൻഡ് ഫിലോസഫർ. ആൻഡ് നെക്സ്റ്റ് സ്കോളർ ഈസ് ഇബിൻ അൽ ഖാസിം. ഇബിൻ അൽ ഖാസിം എന്ന് പറയും. ഇബിൻ അൽ ഖാസിം he was a father of surgery. ആൻഡ് നെക്സ്റ്റ് സ്കോളർ ഈസ് അൽ ബിറൂണി എന്ന് പറയുന്ന ഇതിലാണ് ഫോർമുലേറ്റ് ദ ബേസിക് ഐഡിയാസ് ഓഫ് ജിയോളജി ആൻഡ് ആന്ത്രോപോളജി. ഹി വാസ് ഫേമസ് ഇൻ ദ ഫീൽഡ് ഓഫ് ജിയോളജി ആൻഡ് ആന്ത്രോപോളജി. അപ്പം അതും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ 3 പേരെ കുറിച്ച് പറഞ്ഞു. അവിസന്ന, ഫസ്റ്റ് സ്കോളർ ഈസ് അവിസന്ന ഓർ ഇബിൻ സിന. ഹി വാസ് ഫേമസ് ഇൻ ദ ഫീൽഡ് of medical scientist and philosopher. And next scholar is al-Biruni. Formulated the base. He was famous in the field of anthropology and geology. And the next scholar is Ibn al-Qasim. He was a father of surgery. And the next scholar is Muhammad al-Rasi. He gave contributions to medical science. He was famous in the field of മെഡിക്കൽ സയൻസിൽ പ്രസിദ്ധനായ ആളായിരുന്നു ആരെന്ന് പറയുന്നത് മുഹമ്മദ് അൽ റാസി എന്ന് പറയുന്നത്. ഇനി അടുത്ത് റോജർ ബേക്കൺ. നെക്സ്റ്റ് സ്കോളർ ഈസ് റോജർ ബേക്കൺ. He was famous in the field of automobiles and aircrafts. യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിലും അതുപോലെ തന്നെ ഈ വിമാനമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ആകാശയാത്രകളുമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു റോജർ ബേക്കൺ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്കോളർ ഈസ് ഭാസ്കര സെക്കൻഡ്. ഹി വാസ് ഫേമസ് ഇൻ ദ ഫീൽഡ് ഓഫ് ആസ്ട്രോണമിയിൽ പ്രസിദ്ധനായിട്ടുള്ള ആളായിരുന്നു ആരെന്ന് പറയുന്നത് നമുക്കറിയാം ആരെന്ന് പറയുന്നത് ഭാസ്കര സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പം വി ആർ ഡിസ്കസ് അബൌട്ട് 6 സ്കോളേഴ്സ് ആൻഡ് ദിയർ കോൺട്രിബ്യൂഷൻസ്. ഫസ്റ്റ് Ibn Sina known as Avicenna. He was famous in medical scientist and a philosopher. Famous in the field of medical scientist and a philosopher. And the next person is Ibn al-Qasim. He was father of surgery. And next scholar is al-Biruni. Is famous in the field of geology and anthropology. And the next scholar is Muhammad al-Rasi. He gave contributions to medical science, or he was famous in the field of medical science. And Roger Bacon in the field of aircraft and automobiles. And the last one is Bhaskara second is famous in the field of astronomy ലാണ് ഇത് അദ്ദേഹം ഫേമസ് ആയിരിക്കുന്നത് എന്ന് പറയുന്നത്. And next, contributions of Arabs ആണ് നമുക്കിനി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. കോൺട്രിബ്യൂഷൻസ് ഓഫ് അറബ്സ് ആണ് പറയുന്നത്. അറബ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതിലൊരു പോയിൻ്റായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നിരവധി ആൾ ഇബിൻ ഇസിനെ കുറിച്ച് ചിത്രങ്ങളൊക്കെ നമുക്ക് ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ അറബ്സ് ടു ദി മിഡീവൽ സയൻസ്. മിഡീവൽ സയൻസിലെ അറബികളുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ, the Arabs numerals and zero from India were popularized in Europe. He introduced the zero and the Arab numerals, and he popularized in Europe. So I come to the point. In Arabic numerals and zero from India were popularized in Europe. ഈ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി, അതായത് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള അറബിക് ന്യൂമറൽസ് ആൻഡ് സീറോ ഇൻ ഇന്ത്യ, സീറോ ഫ്രം ഇന്ത്യ വർ പോപ്പുലൈസ്ഡ് ഇൻ യൂറോപ്പിലേക്ക് എന്ത് ചെയ്തു? ഈ പൂജ്യവും അതുപോലെ തന്നെ അറബിക് ന്യൂമറൽസ് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. നമുക്ക് എഴുതാം. ഫസ്റ്റ് പോയിന്റ് ഈസ് അറബിക് ന്യൂമറൽസ് ആൻഡ് zero. Arabic numerals and zero in India, from India were popularized in Europe. And next point is chemistry was developed as a science.
നെക്സ്റ്റ് പോയിന്റ് ഈസ് കെമിസ്ട്രി. കെമിസ്ട്രി എന്തായിട്ട് മാറി? സയൻസ്. കെമിസ്ട്രി വാസ് ഡെവലപ്ഡ് ആസ് എ സയൻസ്. സയൻസ് ആയിട്ട് എന്ത് ചെയ്തു? കെമിസ്ട്രി മാറുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കതിലേക്ക് നിർത്താം. ദ അറബ്സ് were the inventors of the subjects like algebra and optics. They invented algebra and optics. Optics and algebra. അപ്പം കോൺട്രിബ്യൂഷൻസ് ഓഫ് അറബ്സ് ഇൻ മിഡീവൽ സയൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം. ഫസ്റ്റ് പോയിന്റ് ഈസ് അറബിക് ന്യൂമറൽസ് ആൻഡ് സീറോ ഫ്രം ഇന്ത്യ to popularize in Europe, were popularized in Europe. And the next point is chemistry has developed as a science. സയൻസ് ആയിട്ട് മാറി. എന്ത്? കെമിസ്ട്രിയെ ഇവരെന്ത് ചെയ്തു? ഒരു ശാസ്ത്ര വിഷയമായിട്ട് മാറ്റി. കെമിസ്ട്രി ഹാസ് ഡെവലപ്ഡ് ആസ് എ സയൻസ് സബ്ജക്റ്റ്. ഒരു സയൻസ് സബ്ജക്റ്റ് ആക്കിയിട്ട് മാറ്റി. നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ അറബ്സ് ഇൻവെന്റഡ് ഒപ്റ്റിക്സ് ആൻഡ് ഓൾജിബ്രയും ഒപ്റ്റിക്സും കൂടി കണ്ടെത്തിയതാരായിരുന്നു? സ്വാഭാവികമായിട്ടും അറബികളായിരുന്നു. ഇതും നമുക്ക് ക്ലിയർ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഇത് ഓരോന്നിനെയും കുറിച്ച് മനസ്സിലാക്കി വെക്കുക. അറബികളുടെ സംഭാവനകൾ, ഓരോരുത്തരെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഇനി നമ്മൾ കുറേ ആളുകളെ കുറിച്ച് വേറെയും പഠിക്കും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു അറബികൾ യൂറോപ്പുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അപ്പോൾ അടുത്ത പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. The Crusades facilitated the exchange of scientific and technological knowledge. The Europeans got acquainted with the technological know-how through their Arab contact. Some of the given below. Contributions of Europeans in the field of medieval science. യൂറോപ്യൻസിൻ്റെ മെഡീവൽ സയൻസിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ഇൻ ദി ഫീൽഡ് ഓഫ് മെഡീവൽ സയൻസ്. മധ്യകാല ശാസ്ത്രത്തിലെ ഇവരുടെ സംഭാവന. ഇനി അടുത്ത് നമുക്ക് പറയണേ യൂറോപ്യൻസിൻ്റെ സംഭാവനകൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രുസാഡ് അല്ലെങ്കിൽ ഈ ക്രുസാഡ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുരിശുയുദ്ധങ്ങൾ എന്ന് പറയുന്നത് അറബികളും യൂറോപ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇവർ യൂറോപ്യൻസ് കുറേ കണ്ടെത്താനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ അറബികളുടെ സ്വാധീന ഫലമായിട്ടാണ് ഇവരിങ്ങനെ കണ്ടെത്തുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ഇൻ മെഡീവൽ പീരീഡ് എന്ന് ചോദിച്ചാൽ യൂറോപ്പിൻ്റെ കോൺട്രിബ്യൂഷൻസാണ് നമ്മൾ പറയുന്നത്. The instruments used for making ടെലിസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട ടെലിസ്കോപ്പ് പോലുള്ള ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇവർ ഉണ്ടാക്കാൻ തുടങ്ങി. ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ടെലിസ്കോപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നിവ അല്ലേ? ടെലിസ്കോപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഷോർട്ടാക്കിയിട്ടാണ് ഇരുന്നത്. ടെലിസ്കോപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ദി സിറ്റീസ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ്. സ്ട്രീറ്റ് ലൈറ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, and next point is mechanical clocks and principles of the gear. And next point is surgical instruments. Surgical instruments and algebra, alchemy and triangle. Alchemy and triangle. Sorry, trigonometry.
ത്രികോണമിതി എന്ന് പറയുന്ന ത്രികോണമിതി. ഓക്കെ, അപ്പം contributions of Europe in the field of science in medieval period. The first point is telescope instruments. They are makes the telescope instruments, and the second point is street light. Street light in the started street light in the cities. And the next point is waste management system. They started waste management system in medieval period, and mechanical clocks. They started or they formulated mechanical clocks. Mechanical clocks ഉണ്ടാക്കി. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗിയർ കൊണ്ടുവന്നു. They started principles of gear and surgical instruments, and they makes surgical instruments and algebra and alchemy, trigonometry, and these are the major contributions of യൂറോപ്യൻസിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ യൂറോപ്യൻസിൻ്റെ സംഭാവനകൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ യൂറോപ്യന്മാർ വരുമ്പോൾ യൂറോപ്യന്മാർ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് നടത്തിയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ടെലിസ്കോപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെലിസ്കോപ്പ്, അല്ലെങ്കിൽ ഷോർട്ടാക്കി ടെലിസ്കോപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എഴുതിയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ ടെലിസ്കോപ്പിൻ്റെ നിർമ്മാണത്തിനുള്ള നിങ്ങൾ അതല്ലെങ്കിൽ എന്താ ടെലിസ്കോപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ശരിയാണ്, പക്ഷേ നമ്മൾ കറക്റ്റ് പോയിന്റ് പഠിക്കണം. അതായത് ടെലിസ്കോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്തു, ടെലിസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റ് ഇൻ സിറ്റികളിൽ എന്ത് ചെയ്യുന്നു, സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു. വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വരുന്നു. മെക്കാനിക്കൽ ക്ലോക്സ് ഉണ്ടാക്കുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഗിയർ ഉണ്ടാകുന്നു. സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ്, ഓൾജിബ്ര, ആൽക്കമി, ത്രികോണമിതി, എക്സെട്രാ എക്സെട്രാ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി അടുത്തത് നമ്മൾ ഇത്രയും പറഞ്ഞു, അറബികളെക്കുറിച്ച് പറഞ്ഞു, യൂറോപ്യനെക്കുറിച്ച് പറഞ്ഞു. അടുത്തൊരു പ്രധാനപ്പെട്ട ആൾ കൂടി ഉണ്ടായിരുന്നാരാ, ചൈന. അപ്പോൾ ചൈനയെക്കുറിച്ച് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകൾ ഒന്നും കൂടി പറയാം. യൂറോപ്പ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് ടെലിസ്കോപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, സ്ട്രീറ്റ് ലൈറ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, മെക്കാനിക്കൽ ക്ലോക്സ്, principles of gear, and surgical instruments. They make lot of surgical instruments, and algebra, alchemy, trigonometry, and etc. And next point, we are discussing about contributions of China in the medieval science. medieval സയൻസിൽ ചൈനയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ചൈനയുടെ സാധനങ്ങളാണ്, നമുക്കറിയാം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ചൈനയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. medieval China also made great progress in the field of science. പ്രധാനമായിട്ടും ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ചൈനക്കാരെന്ന് പറയുന്നത്. അവരുടെ നോക്കിക്കോ എന്തൊക്കെയാണ്, ഗൺ പൗഡർ. ദേ കോൺട്രിബ്യൂട്ട് ഗൺ പൗഡർ. ഫസ്റ്റ് പോയിന്റ് ഈസ് ഗൺ പൗഡർ കൊണ്ടുവന്നു. കൊണ്ടുവന്നു. ആൻഡ് സീസ്മോഗ്രാഫ് റിലേറ്റഡ് ടു ഏതാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത് ഭൂകമ്പത്തിൻ്റെ ഭൂകമ്പമാപിനി എന്ന് പറയും. ഭൂകമ്പത്തെ ഇളക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് സീസ്മോഗ്രാഫ്. And the next point is compass. Printing and astrolabe. Astrolabes. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മളത് മനസ്സിലാക്കണം. ഇൻ medieval China, contributions of China in medieval science. The first point is gunpowder. They contributed gunpowder and seismograph. They made seismograph and compass. Compass എന്തിനായിരിക്കും, വടക്ക് നോക്കി യന്ത്രം, ദിശ അറിയാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് പ്രിൻറ്റിംഗ് സിസ്റ്റം. ദേ ആർ സ്റ്റാർട്ടഡ് പ്രിൻറ്റിംഗ് ആൻഡ് ആസ്ട്രോലാബ്സ്. ദേ മേഡ് ആസ്ട്രോലാബ്സ്. അവരെന്തുണ്ടാക്കി, ആസ്ട്രോലാബുകൾ ഉണ്ടാക്കി.
ഗൺ പൗഡർ കൊണ്ടുവന്നു, സീസ്മോഗ്രാഫ് കൊണ്ടുവന്നു, കോമ്പസ് കൊണ്ടുവന്നു, പ്രിൻറ്റിങ് കൊണ്ടുവന്നു, ആസ്ട്രോലാബ്, ഇതൊക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ചോദിക്കുകയാണ് വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ചൈന ഇൻ മെഡീവൽ സയൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം എന്താണ് ദ മെഡീവൽ ചൈന കോൺട്രിബ്യൂട്ടഡ് ഗൺ പൗഡർ, സീസ്മോഗ്രാഫ്, കോമ്പസ്, പ്രിൻറ്റിങ്, ആസ്ട്രോലാബ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. സയൻസിൽ എന്ത് ചെയ്യുന്നു ഇതൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ക്ലിയറാണ്. സോ ഓക്കെ ആണല്ലോ. അപ്പോൾ ചൈനയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്തു ക്ലിയറായി. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് സ്വാഭാവികമായിട്ട് ഇതെന്ത് ചെയ്യുന്നു ഗ്രാജുവലി ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഇൻഫ്ലുവൻസ് ദി ഫോർമേഷൻ ഓഫ് മോഡേൺ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്കാണ് എന്ത് ചെയ്യുന്നത് അവസാനമായിട്ട് എത്തുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു ആധുനികതയിലേക്കുള്ള ഒരു വളർച്ചയിലേക്കാണ് എന്ത് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് എത്തുന്നത്. The spread of Eastern ideas and knowledge of science and technology to Europe in the field of period at the dimensions of modern world provide base industrial and significant progress. എന്ന് വെച്ചാൽ ഒന്നുമില്ല ഗ്രാജുവലി ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ യൂറോപ്യൻ ഡെവലപ്മെൻറ്റ് ഓഫ് യൂറോപ്യൻ സയൻസ് ആൻഡ് ആർക്കിടെക്ചർ styles gradually developed as a modern world or emergence of modern world. റിലേറ്റഡ് ടു എമർജൻസ് ഓഫ് മോഡേൺ വേൾഡ്. പുതിയൊരു ആധുനിക യുഗത്തിലേക്ക് എന്ത് ചെയ്തു ഇത് ഉണ്ടാകുന്നതിന് എന്ത് ചെയ്തു ഇത് കാരണമാവുകയും ചെയ്തു. പിന്നെ അതിലൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് ക്ലോക്ക് ടവർ ഓഫ് കൈഫാങ്ങിലെ ക്ലോക്ക് ടവറാണ്. ദ ക്ലോക്ക് ഇസ് it was the Chinese who made the clock for the first time in India world in 8th century CE. വേൾഡ് തന്നെ ആദ്യത്തെ ഒരു ക്ലോക്കാണ് ക്ലോക്ക് ടവർ ഇൻ കൈഫാങ്. ഫസ്റ്റ് ക്ലോക്ക് ഇൻ ദി വേൾഡ് in it's made in 18th century see. This is a very important. This is the first clock in world ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചൈനയാണ് എന്ത് ചെയ്തത് ആദ്യമായിട്ട് ക്ലോക്ക് എന്ത് ചെയ്തത് ലോകത്തെ അവതരിപ്പിക്കുകയും ചെയ്തതെന്ന് പറയും. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ കൂട്ടിച്ചേർത്താൽ നമ്മൾ രണ്ടാമത്തെ പാഠം എന്ത് ചെയ്തു അവിടെ അവസാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ കൃത്യമായിട്ട് വായിച്ചു നോക്കണം, അല്ലെങ്കിൽ നമുക്ക് സംശയങ്ങളുണ്ടാവും. അപ്പോൾ ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു, അതുപോലെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പം കോൺട്രിബ്യൂഷൻസിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യത്തെയും രണ്ടാമത്തെയും പാഠം മിക്സായിട്ട് എന്ത് ചെയ്യുക പഠിച്ചോളുക. ഒന്നാമത്തെ പാഠം നല്ല രീതിയിൽ പഠിച്ചാൽ രണ്ടാമത്തെ പാഠം കുറച്ചുകൂടി നിങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയി അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വരുന്ന ഒന്നാണിത്. അപ്പം ഞാൻ എന്ത് ചെയ്യാം ഒന്നുകൂടി റിവിഷനായിട്ട് എന്ത് ചെയ്യാം അത് പറഞ്ഞു പോകാം എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിന്ന് എടുത്ത കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. Important architecture style in medieval period that is known as Carolingian style. Carolingian style introduced by Charlemagne. He was a famous emperor in Frankish Empire. He was Carolingian dynasty is related to Carolingian dynasty. It is a mixture of miniature form of the ancient Roman style and Byzantine style. What are the features of the Carolingian style? Domes. First one is domes and arch-shaped doors and mosaic floors and huge villas are the important features of Carolingian style, architecture in Carolingian style. And the next point is music in Platonic Academy and Aquinist hospital in medieval world. The construction these architectural styles are introduced by Louis XIX. He was the French emperor in medieval period. And the next point is music in the medieval period. He was Ibn Misra was the famous musician in the medieval period and other important musicians are Ibn Muharis and Ibn Zuray. And the next point is literature in medieval period. Literature mainly focuses the secular literature and church literature or religious ideas related to religious ideas. The main theme of the literature was religious ideas or religious. The many literature and the contributions we have discussed in previous times. Rubaiyat written by Omar Khayyam and etc. And the next point is
paintings, importance of paintings in the medieval period. The theme of the painting was religion. And the next point is science in the medieval period. Contributions of scholars in the field of science, and we have discussed about Ibn Sina and Al-Biruni, Muhammad al-Razi, and etc. And next point is contributions of Arabics in the field of science, and next Europe's contributions of Europe's in the field of science, and lastly we have discussed contributions of China in the field of science. Okay, അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഇന്ന് കഴിയുകയാണ്. ഓക്കെ, അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, നല്ലപോലെ വായിക്കുക. ഇതിൻ്റെ ചോദ്യങ്ങൾ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടുതരും. അതിന് നിങ്ങൾ കൃത്യമായിട്ടുള്ള ആൻസറുകൾ എഴുതി എന്ത് ചെയ്യുക, എനിക്ക് അയച്ചു തരണം. ഇതുവരെയുള്ള നോട്ടുകൾ ഫുള്ളാക്കി എന്ത് ചെയ്യണം, നിങ്ങൾ എനിക്ക് അയച്ചു തരികയും വേണം. ഓക്കെ, താങ്ക് യു.